Hi, I'm Dr. Priya, specialized in metabolic disorders and functional medicine, and I am a physician at Bethaniya Clinic, Kochi. ഇന്നത്തെ എപ്പിസോഡ് ഒരു വളരെ സ്പെഷ്യൽ എപ്പിസോഡാണ്. കാരണം വിമൻസ് ഹെൽത്തിൽ നാച്ചുറൽ ആൻഡ് അധികം ഡിസ്കസ് ചെയ്യപ്പെടാത്ത ഒരു ടോപ്പിക്കാണ് പെരിമെനപ്പോസ്. 35 വയസ്സ് മുതൽ മെനപ്പോസ് എത്തുന്നവരെ ഒരു സ്ത്രീ കടന്നു പോകുന്ന ഫിസിക്കൽ, ഇമോഷണൽ ആൻഡ് മെൻ്റൽ സിംറ്റംസ് അധികം ആർക്കും അവെയറല്ല. ഇതിൻ്റെ കാരണം പെരിമെനപ്പോസ് നമ്മൾ അധികം കേട്ടിട്ടുള്ളത് ഇൻ്റർനാഷണൽ മീഡിയ കൂടിയാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത് ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്ത് ഡോക്യുമെൻറ്റേഷനും ചെയ്ത് അതിനെക്കുറിച്ച് ബോൾഡായിട്ട് മുന്നോട്ട് വന്ന് സംസാരിച്ച ഒരു സെലിബ്രിറ്റിയാണ് ഇന്ന് എൻ്റെ മുന്നിലുള്ളത്. ദ വൈസ്, ടാലൻറ്റഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ലെന. ലെറ്റ്സ് വെൽക്കം ലെന. Thank you so much for that beautiful introduction about me. കുറേ റിസർച്ച് ചെയ്തു എന്നുള്ളത് സത്യം തന്നെയാണ്. ആൻഡ് ഐ എം ആക്ച്വലി വെരി ഹാപ്പി വിത്ത് ദ ബുക്ക് Womenopause that I have written after all this research. പക്ഷേ ഈ റിസർച്ചും ഈ എല്ലാത്തിൻ്റെയും ഒരു ഫൈനാലിറ്റിയിലേക്ക് ഞാൻ വന്നെത്തിയതും എൻ്റെ ഹെൽത്തിൻ്റെയും എൻ്റെ കൺഫ്യൂഷൻസിൻ്റെ ഒരു എൻഡിലേക്ക് വന്നെത്തിയത് ബഥാനിയയിലേക്ക് വന്നപ്പോൾ തന്നെയാണ്. ആൻഡ് ഐ നോ ഇറ്റ്സ് പ്യുവർലി ഗോഡ്സ് ഗ്രേസ് ദറ്റ് ഐ ലാൻഡഡ് അപ്പ് ദെയർ. One situation led to the next and I reached Bethania. And functional medicine has really saved my life. I have a few questions for you. Shall I go with the first question? Yes. Okay. Regarding perimenopause, ലെനയ്ക്ക് ശരിക്കും കണ്ട ഫിസിക്കൽ ആൻഡ് മെൻ്റൽ സിംറ്റംസ്, എക്സാക്ട് സിംറ്റംസ് എന്തൊക്കെയായിരുന്നു? Can you elaborate? Yeah, so I stumbled upon the word perimenopause. അതായത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ചാണ് സംഭവിച്ചത്. I turned 43. I got married. I moved from India to the USA. Too many changes. And അതിൻ്റെ കൂടെ തന്നെ I started noticing very high irritability. എനിക്ക് ഉറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സോ സ്ലീപ്പ് ഡിസ്റ്റർബൻസസ്. സോ ഐ എം നോട്ട് ഏബിൾ ടു പ്ലേസ് വാട്ട് ഇസ് ദ റീസൺ. ഇപ്പോൾ you've just recently got married, you have moved to a whole country your life has changed. True. Diet has changed. അപ്പോൾ ഐ എം തിങ്കിങ് അങ്ങനത്തെ എന്തെങ്കിലും ആയിരിക്കുമോ. പക്ഷേ എനിക്ക് ഈ പോഡ്കാസ്റ്റ് കാണുന്ന ശീലം ഉള്ളതുകൊണ്ട് I was watching a lot. I was doing research on this topic of perimenopause because my mother had gone through a lot of issues when I was a teenager. അപ്പോൾ അത് കണ്ടുകൊണ്ട് I knew that it is സംതിങ് ഹോർമോൺ റിലേറ്റഡ്. അങ്ങനെ അറിയുള്ളൂ. ഹോർമോൺ റിലേറ്റഡ് ആണ്. ദാറ്റ്സ് ഓൾ ഐ നോ. ബട്ട് ഐ നോ ദറ്റ് ദ ഇഫക്ട്സ് ആർ വെരി ഡ്രാസ്റ്റിക്. പക്ഷേ ഇത് ഇന്റേർണലി അങ്ങനെ ഫീൽ ചെയ്യുന്ന എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. സോ വെൻ ദ സിംറ്റംസ് ആക്ച്വലി സ്റ്റാർട്ടഡ് ഐ ഡിഡ് നോട്ട് നോ ദറ്റ് ഇറ്റ്സ് പെരിമെനോപോസ്. ഐ തോട്ട് സ്ലീപ്പ് ഇഷ്യൂസിന് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. സോ ഷുഡ് ഐ ടേക്ക് മെലറ്റോണിൻ ഗമ്മീസ് അങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കുന്നത്. പിന്നെ ഐ സ്റ്റാർട്ടഡ് പുട്ടിങ് ഓൺ വെയ്റ്റ്, ലൈക്ക് മിഡ് സെക്ഷൻ വെയ്റ്റ്. അപ്പോൾ ഹിപ്പ് ആൻഡ് ടമ്മി വെയ്റ്റ് കൂടി തുടങ്ങി. ഐ ഓൾസോ വാസ് വെരി ഇറിറ്റബിൾ ആൻഡ് ഇടയ്ക്ക് പെട്ടെന്ന് ഇൻഫ്ലമേഷൻ വരുന്ന സമയങ്ങളുണ്ട്. സോ ഐ വാസ് നോട്ട് ട്രാക്കിംഗ് മൈ സൈക്കിൾ ഓർ എനിത്തിങ്. സോ ഐ ഡിഡ് നോ വെൻ. എപ്പോഴൊക്കെയോ ഇൻഫ്ലമേഷൻ വരുന്നു, എപ്പോഴൊക്കെയോ മേലുവേദന, എപ്പോഴൊക്കെയോ ഉറക്കം ശരിയാവുന്നില്ല, ബേസിക്കലി ഇറിറ്റബിൾ ആണ്. സോ ഇങ്ങനത്തെ സിംറ്റംസ് ഐ വാസ് നോട്ട് ഏബിൾ ടു പിൻ പോയിന്റ് ദറ്റ് ദിസ് ഇസ് പെരിമെനോപോസ്. അപ്പോൾ കുറേ കഴിഞ്ഞാണ് വാച്ചിങ് പോഡ്കാസ്റ്റ് ആൻഡ് റീഡിങ് ബുക്സ് I realized that, what I am going through is perimenopause. Means you are having sleep disturbances, you are putting on some weight, you are irritable, brain fog ഉണ്ട്, ഭയങ്കര മെമ്മറി ഇഷ്യൂസ്, ഐസൈറ്റ് മാറി തുടങ്ങി, weight gain. So all these symptoms together is were my perimenopause symptoms. And of course I don't know if I should say it now, but I realized that my hormonal levels were not the problem. It was my ferritin level yes. which was discovered through Bethania. True. ഇപ്പോൾ ഒരു യങ് ഏജിൽ ലെന പല പബ്ലിക് പ്ലാറ്റ്ഫോംസിലും ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട് ദാറ്റ് യു ഹാഡ് ഫേസ്ഡ് എ ലോട്ട് ഓഫ് സൈക്കോളജിക്കൽ ചാലഞ്ചസ് ആൻഡ് യു ഹാഡ് കൗണ്ടേർഡ് ഇറ്റ്, അത് ഓവർകം ചെയ്തു വന്നു. ബട്ട് അതിൻ്റെ ഒരു ബാക്കിപത്രമോ അല്ലെങ്കിൽ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണോ ഇത്, അതോ ഇത് പെരിമെനോപോസൽ സിംറ്റംസ് ആണോ എന്ന് എപ്പോഴാണ്, എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത്? എൻ്റെ യങ്ങർ ഏജസിൽ വാട്ട് എവർ സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഐ ഫേസ് ദേ വർ ആക്ച്വലി ക്ലിനിക്കലി ഇൻഡ്യൂസ്ഡ്. ബിക്കോസ് എനിക്ക് ആക്ച്വലി സൈക്കോളജിക്കൽ ഇഷ്യൂ ഇല്ലാത്ത സമയത്ത് മൈ spirituality, my self-realization experience was
confused as a psychological disorder by my near and dear ones. അവർ സൈക്കോളജിസ്റ്റിനും സൈക്കാട്രിസ്റ്റിനും കൊടുത്ത ബ്രീഫ് അനുസരിച്ചിട്ട് they said, okay, this looks like manic depression, looks like because it's too vague. അപ്പോൾ I was put on all kinds of medication which I did not genuinely require. And many years of taking that. So ആ സമയത്ത് throughout എനിക്കറിയാം that I'm feeling perfectly fine inside, but the medicines are creating an imbalance in my chemistry. So when I stopped taking the medication, which is I gradually titrated and stopped taking the medications, which I don't recommend to anyone watching the podcast. But I have studied psychology for 5 years, and so I had done my graduation and post-graduation in clinical psychology. So that's why maybe I can be excused for doing it on myself. But coming back to the topic, now it is, I stopped taking the medication 2017. So it's now close to 10 years. And I know the difference psychologically. പക്ഷെ പെരിമെനോപോസൽ psychological symptoms, they are so subtle and so real that you are actually becoming a different personality changes അല്ലേ എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഇറ്റ്സ് നോട്ട് ദാറ്റ് നമുക്ക് എന്തോ ചേഞ്ച് സംഭവിക്കുന്നുണ്ടെന്ന് അറിയാം, ബട്ട് ഇറ്റ്സ് നോട്ട് അൺനാച്ചുറൽ. ഇറ്റ്സ് നോട്ട് ലൈക്ക് സം ഫാന്റാസ്റ്റിക്കൽ പ്രോബ്ലം ഇസ് ഹാപ്പനിങ്. എന്തോ ഡെല്യൂഷൻസും ഹാലുസിനേഷൻസും ഒന്നും അല്ലല്ലോ സംഭവിക്കണേ. എനിക്കത് ഏറ്റവും ക്ലോസ് ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഈസ് വിത്ത് അഡോളസൻസ്. നമ്മൾ കുട്ടിയായിരുന്നു, പിന്നെ നമ്മൾ അഡൾട്ട് ആവുന്നതിന് മുമ്പ് വി വെന്റ് ത്രൂ പ്യൂബർട്ടി ആൻഡ് വി നോ ദ ചേഞ്ചസ് ദറ്റ് ഹാപ്പൻ ടു അസ്. നമ്മുടെ ചിന്താഗതി മാറുന്നു, നമ്മുടെ വേ ഓഫ് ലുക്കിംഗ് അറ്റ് ദ വേൾഡ് മാറുന്നു, നമ്മുടെ പേഴ്സണാലിറ്റി മാറുന്നു. അതേപോലത്തെ ഒരു സൈക്കോളജിക്കൽ ചേഞ്ച് ആണ് പെരിമെനോപോസ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് feeling confused or having hallucinations or delusions. It's so realistic and so, I think it is actually, I call it in my upcoming book, I call this phase Womenopause, which is similar to adolescence. Because adolescence il varuna polte thanne changes, 10 to 15 years of changes again happening. Hormonal shifts and so I believe that women go through two adolescent periods. One is adolescence, second is womenopause. Well, that's a very beautiful term that you've coined there. Now, can you give us a peek into your yet to be released Womenopause? Yeah. So, Womenopause is the name of the new book, and it's based on perimenopause journey, but it is a layman's understanding of perimenopause and what are the results. Like, perimenopause endana, അത് കാരണം ഉണ്ടാവുന്ന എന്തെല്ലാം ഡിഫറൻസസ് ആണ് നമുക്ക് വരുന്നത്. സോ നോട്ട് ജസ്റ്റ് ഫിസിക്കൽ, ദ മെൻ്റൽ, ദി എനർജറ്റിക് ലെവൽസ്, ദി ഇമോഷണൽ ആൻഡ് മോർ ഇമ്പോർട്ടൻ്റ്ലി ദ കമ്മ്യൂണിക്കേഷൻ പാർട്ട് ഓഫ് ഇറ്റ്. വേർ അൺലെസ് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ, നമുക്ക് എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് വേറെ ആരെയും മനസ്സിലാക്കാൻ പറ്റില്ല, വേറെ ആർക്കും നമ്മളെ മനസ്സിലാക്കാനും പറ്റില്ല. സോ ഇറ്റ് സ്പോയിൽസ് അവർ റിലേഷൻഷിപ്സ് ഡ്യൂറിങ് ദിസ് ഫേസ്. Women, they are already facing physical problems, they're facing their psychological problems, they're facing energy shifts, and they're facing emotional issues. And because there's no consciousness, awareness of the problem, there's a issue in communication and relationships start breaking down. And now that is the biggest emotional trauma that a woman is going through. So ഞാൻ ഉദ്ദേശിച്ചത്, ഇപ്പോൾ ഞാൻ എൻ്റെ ഓൺ ജേർണിക്ക് വേണ്ടി ഇത് വായിക്കുകയും പഠിക്കുകയും തുടങ്ങിയപ്പോൾ മിക്ക ബുക്സും എഴുതിയിട്ടുള്ളത് ഡോക്ടേഴ്സാണ്. And there's a lot of medical terminology, there's a lot of research papers, they're showing citations, ഈ research paper, ആ studies prove ചെയ്തു. For a layman, ഇപ്പോൾ I have still studied physiology for 5 years, human physiology for 5 years as part of my psychology. And because of studying psychology, human physiology is a part, especially brain neurochemistry and all that is part of our education. അത്ര പോലും ഇല്ലാത്ത ഒരു സാധാരണക്കാരിയായ ഒരു സ്ത്രീ, ഇപ്പോൾ ഒരു വീട്ടമ്മയാവാം, ഒരു പ്രൊഫഷണൽ ആവാം, ഒരു IT പ്രൊഫഷണൽ ആയിരിക്കാം, they are not coming from this background. How does such a person make sense of this topic? Because it is a metabolic disorder, right, doctor? True, definitely. This is a metabolic disorder and not a gynecological. It's not a gynecological disorder. Not gynecological per se. Definitely there is hormonal shifts. Perimenopause എന്ന് പറയുമ്പോൾ ovarian decline ആണ്. It's a gradual declining process of the ovary where the hormones are declining slowly. But there will be hormonal shifts and imbalances.
പക്ഷേ ഇത് ട്രിഗർ ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ഇൻ ഫങ്ഷണൽ മെഡിസിൻ വി കോൾ ദം ദ 5 പില്ലേഴ്സ്. ആൻഡ് വൺ ഈസ് ക്രോണിക് സ്ട്രെസ്, വേർ if a lady is in chronic stress during her reproductive years, what happens is her stress hormone goes very high. Cortisol goes high. അപ്പോൾ ഈ കോർട്ടിസോൾ കൂടുമ്പോൾ what happens is body steals the other steroid hormones in your body like estrogen and progesterone to make this cortisol. To make more cortisol. More cortisol because bodyക്ക് സ്ട്രെസ് ഹാൻഡിൽ ചെയ്യണമല്ലോ. So somehow it has to. അപ്പോൾ this is called as cortisol steal. That is the first factor. Second one is toxins. Toxins in the form of heavy metals, chemicals, pesticides, many forms. Environmental toxins you can say. Cosmetics ഉണ്ട്. So these can actually act as endocrine disruptors. അതായത് നമ്മുടെ ഹോർമോണൽ ഡിസ്റപ്ഷൻ ഉണ്ടാവും. റിസെപ്റ്ററും ഹോർമോണും ഇരിക്കുന്ന ആ ഒരു സ്പേസിന് ഇത് മെസ്സപ്പ് ചെയ്യും. യെസ്, ഇറ്റ് വിൽ എഫക്റ്റ്. മൂന്നാമത്തെ ഇസ് ഗട്ട് ഡിസ്ബയോസിസ്. അതായത് ഫ്രം യുവർ മൗത്ത് ടു യുവർ ഇൻറ്റസ്റ്റൈൻ it has to be in balance because every part of your gut എന്ന് പറയുമ്പോൾ മൗത്ത് ടു ഇൻറ്റസ്റ്റൈൻ ആണല്ലോ. എവറി പാർട്ട് ഹാസ് എ ഡിഫറെൻറ്റ് pH, ഹാസ് എ ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് ബാക്ടീരിയ, ഹാസ് എ ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് ഒരു കെമിസ്ട്രിയാണ്. സോ ദാറ്റ് ഹാസ് ടു ബി ബാലൻസ്ഡ് in order to have a healthy gut. A healthy gut decides a lot of factors, even hormones. That is the third one. Fourth one I would say is nutrient deficiencies, which many of the people, especially women, have. And you, yes. So, nutrient deficiency is one important factor. Like, minerals have iron, selenium, zinc, iodine, all that. Or it could be vitamins per se, vitamin C, B complex, vitamin D, very important factor. Then macronutrient deficiencies ഉണ്ട്. That is protein. Protein and fat, what I have experienced, what I have seen in many of our clients is protein is very low. And protein low എടുക്കുന്നുണ്ടാവും, കഴിക്കുന്നുണ്ടാവും, പക്ഷേ അബ്സോർപ്ഷൻ നടക്കുന്നുണ്ടോ? Again, that comes back to your gut. So these are very important factors that actually decide how a woman transitions into a perimenopausal phase. ഇതൊക്കെ ഇംബാലൻസ്ഡ് ആണെങ്കിൽ പെരിമെനോപോസ് ക്യാൻ ബി എ ഡിഫിക്കൽട്ട് ഫേസ്. പക്ഷേ if it is all are balanced, if your metabolic health is balanced, perimenopause can be a smooth sail. So if you take care of the 5 pillars, we can go peacefully through the perimenopausal phase, because നമുക്ക് ആർക്കും perimenopause skip ചെയ്യാൻ പറ്റില്ല. It is a natural process, it's a physiological process. But where we are suffering is because of these 5, one of these 5 or all 5 areas having issues. It is very subjective. So എൻ്റെ കാര്യത്തിൽ like I want to share my experience where I thought perimenopause, okay, now this is എന്തോ ഭയങ്കര പ്രശ്നമുള്ള ഒരു ഫേസാണ്, ഇനി അടുത്ത 10-15 കൊല്ലത്തേക്ക് എൻ്റെ ലൈഫ് എല്ലാം തീർന്നു, എവറിത്തിങ് ഇസ് ഗോൺ ഡൗൺ ദ ഡ്രെയിൻ, ഇനിയിപ്പോൾ ഒരിക്കലും നമുക്ക് തിരിച്ച് പ്രോപ്പർ ഹെൽത്ത് വരില്ല എന്നൊക്കെ വിചാരിക്കുന്ന ഒരു സമയത്താണ് ഞാൻ യാദൃശികമായിട്ട് ബെത്താനിയയിൽ വരുന്നത്. ആൻഡ് the functional medicine test is so different from the normal tests that are done on the body, whereas നമുക്ക് സെയിം ആണ്, നമ്മൾ ഒരു കുറച്ച് ബ്ലഡ് കൊടുക്കുന്നു ബ്ലഡ് ടെസ്റ്റിന്. പക്ഷേ എൻ്റെ റിസൾട്ട്സ് തിരിച്ചു വന്നപ്പോൾ for the first time in my whole life I was told that you have ferritin deficiency. അതും ഞാൻ ഫെറിറ്റിൻ എന്നുള്ള ആ വാക്ക് ആദ്യമായിട്ട് കേൾക്കുന്നത് അന്നാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞു ഇറ്റ്സ് ബിക്കോസ് ഓഫ് ആൻഡ് യുവർ ഫെറിറ്റിൻ ഇസ് സോ ലോ ദാറ്റ് മൈൻ വാസ് 6. ഇപ്പോൾ 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലാണെങ്കിൽ ഞാൻ 6 ആണ് സ്കോർ ചെയ്യുന്നത്. അപ്പോൾ ഫെറിറ്റിൻ വാസ് ദാറ്റ് ലോ ആൻഡ് ദാറ്റ്സ് വെൻ ഐ വാസ് ലൈക്ക് ഓക്കെ, സോ വാട്ട് ഡസ് ദറ്റ് മീൻ? അപ്പോൾ എന്നോട് കുട്ടിക്കാലം മുതൽ ഡോക്ടേഴ്സ് ഹാവ് ഓൾവേസ് ടോൾഡ് മീ ദാറ്റ് ഐ എം അനീമിക്. അനീമിയ എന്ന് പറയുമ്പോൾ ദേ ടെൽ മീ ടേക്ക് അയൺ സപ്ലിമെൻറ്റ്. അപ്പം ഞാൻ വിചാരിക്കുന്ന ഐ എം ഈറ്റിംഗ് ദ ഹെൽത്തിയസ്റ്റ് ഡയറ്റ്. ഞാൻ ഇതിന് വേണ്ടി പൊമഗ്രാനറ്റും ഈ പറഞ്ഞ എല്ലാ ചിക്കും ഡേറ്റ്സും എല്ലാം കിട്ടുന്ന എല്ലാ അയൺ റിച്ച് ഫുഡ്സ് കഴിക്കുന്നു. എന്നിട്ട് നമുക്ക് 6 ഉള്ളൂ എന്ന് പറഞ്ഞാൽ സംതിങ് ഇസ് വെരി റോങ്. That's when the answer came from functional medicine, which is why I was always a fan of functional medicine from podcasts and books. പക്ഷേ ഇത് നേരിട്ട് ഇന്ത്യയിൽ അവൈലബിൾ ആണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. So I personally believe that functional medicine is the only way
for that real in-depth wellness, not as a symptom relief and not for targeting diseases, but actually targeting a human's wellness at the cellular level. True. So first time now, after around 4 months of my treatments from Bethaniya, for the first time in my whole life, my ferritin level is 75. 55. I don't think ഒരിക്കലും ലൈഫിൽ And അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് ഫീൽ എല്ലാ ചേഞ്ചസ് എനിക്ക് അറിയാനുണ്ട്. ബിക്കോസ് വൺ, മൈ ഹെയർ ഫോൾ ഹാസ് സ്റ്റോപ്ഡ്. സോ ഐ ഡിഡ്ന്റ് നോ ദാറ്റ് ഫെറിറ്റിൻ ഡെഫിഷ്യൻസി ഈസ് വൺ ഓഫ് ദ മെയിൻ കോസസ് ഓഫ് ഹെയർ ഫോൾ. സെക്കൻഡ് ഈസ് ഐ ഹാവ് ബ്ലഡ്. ലൈക്ക് മറ്റത് ഇല്ല, കണ്ണ് ചോരയില്ലാത്ത ആളാന്ന് പറയും എപ്പോഴും. ബിക്കോസ് ഇങ്ങനെ നോക്കിയാൽ ചോരയില്ല. സോ ഐ അഗൈൻ ഹാവ് ദാറ്റ്. ആൻഡ് ഓഫ് കോഴ്സ് ദ പെരിമെനോപോസൽ സിംറ്റംസ് ഓഫ് വെരി ഹെവി ബ്ലീഡിങ് വാസ് ദ റീസൺ ഫോർ മൈ low ferritin. To go lower and lower and lower every anemic month. ആയതും അനീമിക് ആവാൻ കാരണം. അപ്പോൾ ആക്ച്വലി എനിക്ക് ഫങ്ഷണൽ മെഡിസിൻ എന്നാണ് ഇപ്പോൾ ഇത് ഹാൻഡിൽ ചെയ്യാനുള്ള ടൂൾ കിറ്റ് ആൻഡ് ആക്ച്വൽ ട്രീറ്റ്മെൻറ്റ്സ് ദാറ്റ് ആർ ചേഞ്ചിങ് ദി, എന്താ പറയുക, ഇറ്റ്സ് നോട്ട് ദറ്റ് ഐ എം ഫീലിംഗ് ഇറ്റ് അലോൺ, ഇറ്റ് ഈസ് വിസിബിൾ ഓൺ ബ്ലഡ് ടെസ്റ്റ്. ആൻഡ് ഓഫ് കോഴ്സ് I feel so healthy. I have not felt this healthy in at least 10 years. 10 More years. than 10 years. Okay. So I'm turning 45 this month. Okay. So I think the last I felt this healthy was 35 or before. Wow. So I'm really thrilled with the results. And I'm so glad we could be a part of your health transformation. Like not just a part, a huge part. A huge part. Because till now in 45 years, nobody told me what I needed to do, that my gut is not able to absorb iron. So if I take iron supplements, if I eat iron-rich foods, it's not going to show in my blood. True. So all the work, നമ്മൾ എടുക്കുന്ന എല്ലാ ജോലിയും വെറുതെ ആയി പോവാണ്. ഹെൽത്തിന് വേണ്ടി നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നു, പോയിട്ട് കേൽ ലീവ്സ് തപ്പിക്കൊണ്ടുവരുന്നു, ടേക്കിംഗ് ഓൾ കൈൻഡ്സ് എക്സോട്ടിക് വെജിറ്റബിൾസും ഫ്രൂട്ട്സും, അതിൽ ഒരു അംശം പോലും ഗട്ടിൽ നിന്ന് ബ്ലഡിലേക്ക് എത്തുന്നില്ല. സോ നൗ യു ഹാവ് ടോൾഡ് മീ ഹൗ ടു ഗോ അബൌട്ട് മൈ ഡയറ്റ്, വാട്ട് ടു ടേക്ക് ഫസ്റ്റ്, വിച്ച് വിറ്റമിൻസ് ഐ നീഡ് ടു ഇൻ ഓർഡർ ടു അബ്സോർബ്. സോ ഐ ഹാവ് എ ആക്ച്വൽ ഹോളിസ്റ്റിക് അപ്രോച്ച്. അപ്പോൾ നമ്മളെല്ലാവരും പലവരും ഹു ആർ ഹെൽത്ത് കോൺഷ്യസ് ആർ ടേണിങ് ഇൻ ടു ബയോ ഹാക്കേഴ്സ് എന്നൊക്കെ പറയുന്നു ഇന്നത്തെ കാലത്ത്. ബട്ട് ഐ ഡോണ്ട് തിങ്ക് ദാറ്റ്സ് എ ഹെൽത്തി മാനർ. ബിക്കോസ് അത് ട്രഡീഷണൽ മെഡിസിൻ്റെ പോരായ്മകൾ വരുന്നിടത്താണ് നമ്മൾ ആസ് ഹ്യൂമൻ ബീങ്സ് വി ആർ ജസ്റ്റ് ട്രൈങ് ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. We are trying to fill in the blanks with podcasts and information from the internet and books and supplement sellers and all that. But എനിക്ക് തോന്നുന്നു we need a very consolidated approach towards health. So from doctors. Functional medicine മിക്കവർക്കും aware അല്ല what it is exactly, how does it work എന്നുള്ളത്. So just an insight into it. Functional medicine is basically addressing a person's health rather than just the disease. നമ്മൾ സിംറ്റംസ് മാനേജ് ചെയ്യണം, ഇല്ലെന്നില്ല. പക്ഷേ ബേസിക് ഹെൽത്ത് ഫൗണ്ടേഷൻ നോക്കാതെ സിംറ്റംസ് ഇസ് നോട്ട് ഗോണ ഡിസപ്പിയർ. യുവർ സിംറ്റംസ് ആർ ജസ്റ്റ് ബോഡി സിഗ്നൽസ് ഫോർ യു ടു അണ്ടർസ്റ്റാൻഡ് ദർ ഇസ് സംതിങ് റോങ് സംവെയർ. See, body is made up of trillions of cells, and every second in all the cells there are thousands of chemical reactions called as biochemical reactions, and this is the foundation of our survival. These biochemical reactions, ഇതില്ലാതെ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇല്ല. So these chemical reactions require certain cofactors. അതാണ് നമ്മൾ ഈ വൈറ്റമിൻസ്, മിനറൽസ് എന്നൊക്കെ പറയുന്നത്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എല്ലാം അതിൻ്റെ ഒരു പാർട്ടാണ്. അപ്പോൾ ഈ കെമിക്കൽ റിയാക്ഷൻസ് ബാലൻസ്ഡ് ആയിട്ട് നടക്കുമ്പോഴാണ് നമുക്ക് ഹെൽത്ത് കറക്റ്റായിട്ട് ഉണ്ടാവുന്നത്. അതിലൊരു ഇംബാലൻസ് വരുമ്പോൾ ഡെഫിനറ്റ്ലി ദർ വിൽ ബി കെയോസ് ഇൻ യുവർ സിസ്റ്റം. അത് മനസ്സിലാക്കി അതിൻ്റെ അപ്രോപ്രിയേറ്റ് തെറപ്യൂട്ടിക് ട്രീറ്റ്മെൻറ്റ്സ് ആണ് നമ്മൾ ഫങ്ഷണൽ മെഡിസിനിൽ കൊടുക്കുന്നത്. സോ the basic investigationസിനൊപ്പം വിൽ ഡു ടോക്സിൻസ്, ഹോർമോണൽ അസൈസ്, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യും. And the interpretation will not just be the absolute value in the paper. It will be more of a ratio balance. And it is very subjective for each person. നമുക്ക് ഡയഗ്നോസിസ് ഇപ്പോൾ പെരിമെനോപോസൽ സിംറ്റംസ് എടുക്കുകയാണെങ്കിലും ഓരോരുത്തർക്കും ഓരോ സിംറ്റംസ് ആണ്. അല്ലേ? ചിലർക്ക് ഫിസിക്കൽ സിംറ്റംസ് ആയിരിക്കും കൂടുതൽ പ്രോമിനൻറ്റ്, ചിലർക്ക് ഇമോഷണൽ ഇഷ്യൂസ് ആയിരിക്കും, ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി ആയിരിക്കും, ചിലർക്ക് കോൺസെൻട്രേഷൻ ഓർ മെമ്മറി ഇഷ്യൂസ് ആയിരിക്കും. സോ ചിലർക്ക് ഇലക്ട്രിക് സാപ്പ് കിട്ടുന്നുണ്ടെന്ന് കുറേ പേഷ്യൻസ് പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് ഐ വുഡ് ഗെറ്റ് എന്തെങ്കിലും തൊടുമ്പോഴൊക്കെ ഷോക്ക് അടിക്കുന്ന ഒരു ഫീലിംഗ്. ചിലർക്ക് മെൻസ്ട്രുവൽ ഇറഗുലാരിറ്റീസ്. സോ ഓൾ ദിസ് ഹാസ് ടു ബി ഒരു പിൻ പോയിന്റ്, ലൈക്ക് യു സെഡ്, ഒരു പിൻ പോയിന്റ് ആക്യുറേറ്റ് നമുക്കൊരു
അതെ. ഡയഗ്നോസിസ് കീപ്പ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് ക്ലസ്റ്റർ ഓഫ് സിംറ്റംസ്. സോ അത് മനസ്സിലാക്കി ഓരോരുത്തരുടെ ഇൻഡിവിജ്വലായിട്ട് നമുക്ക് പേഴ്സണലൈസ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതാണ്. ദാറ്റ്സ് വാട്ട് വി ഡു ഇൻ ഓപ്റ്റിമൽ ഹെൽത്തിന്. അപ്പം ഞാനും വിചാരിക്കുന്നത് ഈ പെരിമെനോപോസ് എന്നുള്ള വാക്ക് പോലും മിക്കവർക്ക് അറിയില്ല. സോ ദാറ്റ്സ് വൈ ഐ റോട്ട് ദ ബുക്ക്. സോ ഇറ്റ്സ് എ ലേമാൻസ് പെർസ്പെക്റ്റീവ് ഓഫ് പെരിമെനോപോസ്. ഇറ്റ് ഈസ് നോട്ട് മെഡിക്കൽ ഇൻഫർമേഷൻ. ഇറ്റ് ഈസ് നോട്ട് any kind of textbook on perimenopause. It is a discussion on perimenopause that I am personally entering that phase of my life. അതിൽ ഞാൻ കുറേ റിസർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ റിസർച്ചൊക്കെ ആസ് എ ഗിഫ്റ്റ് ടു ദ വിമൻ ഇൻ ദ വേൾഡ്, ടു ദ സിസ്റ്റർഹുഡ്. ഇറ്റ്സ് ലൈക്ക് for anyone who doesn't know that information, these are some points. And first step I think is awareness that ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഇത് unavoidable. I think men and women should know. Not men and women. So the tagline of the book is, it's called Womenopause, the midlife guide for women and their men. Because men and women get confused in this phase. അപ്പോൾ അതിനുശേഷം ഞാൻ തന്നെ പ്രോംപ്റ്റ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഐ വാസ്ഡ് യു ആൻഡ് ഡോക്ടർ ഗ്രിഗർ ടു റൈറ്റ് ചാപ്റ്റേഴ്സ് ഇൻ മൈ ബുക്ക്. ബിക്കോസ് ഫൈനലി അറ്റ് ദ എൻഡ് ഓഫ് ദ ബുക്ക് അതാ പറയുന്നത്, ഹൗ മച്ച് എവർ ദിസ് ഇൻഫർമേഷൻ യു ഹാവ് നൗ, ദിസ് ആൻ ഔട്ട്ലൈൻ ഓഫ് വാട്ട്സ് ഹാപ്പനിങ്, എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, എന്താണ് ചെയ്യുന്നത്, റിലേഷൻഷിപ്സിൽ എന്തൊക്കെ ഇഷ്യൂസ് വരുന്നു, ഹൗ ടു ഓവർകം ദാറ്റ്, ഇതൊക്കെ നമ്മൾ പറയണു. ഫൈനലി വാട്ട് യു ഹാവ് ടു ഡു, യു need to see a functional medicine doctor. You need to get a proper blood test done. You need to address all the deficiencies that are happening in your body during this phase. Because deficiencies എന്തായാലും സംഭവിക്കും. Because the first deficiency is the hormones levels are going down. And അതാണല്ലോ നമ്മുടെ entire bodyനെ run ചെയ്യുന്നത്. Definitely. So there will be. അപ്പോൾ ഇതാണ് the goal of the book, is to bring awareness and to tell people that there is a branch of, see, Western medicine is very highly looked at. And I think it is because it is so scientific and so precise, and it has there is a lot of parameters. Data being research and recorded. data is recorded. So ആ വെസ്റ്റേൺ മെഡിസിൻ്റെ ഒരു പിന്നക്കിളായിട്ടാണ് ഞാനിപ്പോൾ ഫങ്ഷണൽ മെഡിസിനെ കാണുന്നത്, where doctors have gone deeper and deeper and deeper, and at the cellular level they are addressing looking health. at the microscopic level. Yes. സോ സെല്ലുലാർ ലെവലിൽ നമ്മുടെ ഹെൽത്തിനെ നോക്കുമ്പോൾ നോർമൽ വെസ്റ്റേൺ മെഡിസിൻ പ്രാക്ടീഷണർ ഈസ് ആൻസറിങ് യുവർ ഹെൽത്ത് ഇഷ്യൂസ്, യുവർ ഡിസീസ്. ഇവിടെ നമ്മൾ പറയുന്നത് ഈസ് ആക്ച്വലി ഫാർ മോർ പ്രിവെന്റീവ്, അല്ലേ? ഒരു ഡിസീസ് ആവുന്നതിന് മുമ്പ് തന്നെ അഡ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മുന്നേ തന്നെ നമുക്കത് പ്രിവെന്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ്സ് ദ ബെസ്റ്റ് ഓപ്ഷൻ. സോ ദാറ്റ്സ് വൈ ഐ എം എ ഫാൻ ഓഫ് ഫങ്ഷണൽ മെഡിസിൻ. ഞാൻ വർഷങ്ങളായിട്ട് ഇപ്പോൾ ഫാനാണ് ഫ്രോം വാച്ചിങ് ഇന്റർനാഷണൽ പോഡ്കാസ്റ്റ് ഓഫ് പ്രൊഫസേഴ്സ് ഇൻ മെഡിസിൻ ആൻഡ് ഡോക്ടേഴ്സ് ടോക്കിംഗ് അബൌട്ട് ഇറ്റ്. അപ്പോൾ ഞാൻ വിചാരിച്ചു US മാത്രം ഉണ്ടാവുള്ളായിരിക്കും, നമുക്കൊന്നും ഇതിനുള്ള ഭാഗ്യമില്ല. ബിക്കോസ് ഞാനിവിടെ കുറേ പേരോട് ചോദിച്ചപ്പോൾ, ഈവൻ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ഞാൻ സപ്ലിമെൻറ്റ്സ് ഒക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതിനൊന്നും ഒരു ആവശ്യമില്ല, നിങ്ങൾ തന്നെ ഒരു സപ്ലിമെൻറ്റും എടുക്കേണ്ട, എല്ലാം ഓക്കെയാണ്, ബ്ലഡ് ടെസ്റ്റ് ഒക്കെ നോർമലാണെന്ന് പറഞ്ഞു. ബട്ട് എനിക്കറിയാം, ഐ എം നോട്ട് ഫീലിംഗ് ഗുഡ്, ഐ എം നോട്ട് ഫീലിംഗ് നോർമൽ. മൈ ഹെയർ ലോസിന് എന്താ വേണ്ടത്, ഹെയർ ലോസിന് എണ്ണയൊക്കെ തേച്ച് കുടിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. യു സേയിങ് അബൌട്ട് ഹെയർ ലോസ്, അഗൈൻ ഹെയർ ഇസ് ഒരു ചെറിയൊരു ഓർഗൻ ആണെന്ന് നമ്മൾ വിചാരിക്കും, ബട്ട് ഇറ്റ്സ് സോ സിഗ്നിഫിക്കൻറ്റ് ബിക്കോസ് യുവർ ഹെയർ ലോസ് സജസ്റ്റ് എ ലോട്ട് ഓഫ് ഇൻഫർമേഷൻ അബൌട്ട് യുവർ ബോഡി. അപ്പോൾ ആ ഹെയർ ലോസിന് നമ്മൾ എന്തെങ്കിലും വൈറ്റമിൻസ് എടുത്ത് കഴിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ ലെനയ്ക്ക് ഫെറിറ്റിൻ ആണ്, ഐ മൈറ്റ് റിക്വയർ സംതിങ് എൽസ്, മേ ബി സിങ്ക്, വേറൊരാൾക്ക് ബയോട്ടിൻ ആയിരിക്കാം. നമ്മളപ്പോൾ ജനറൽ ഒരു മൾട്ടി വൈറ്റമിൻ മൾട്ടി മിനറൽ എടുത്ത് കഴിച്ചിട്ട് കാര്യമില്ല, പറ്റില്ല. അപ്പോൾ നമുക്ക് ബേസിക്കലി ഇപ്പോൾ പെരിമെനോപോസിന് വേണ്ട ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് സിംറ്റം റിലീഫിന് വേണമെങ്കിൽ എന്തെങ്കിലും സപ്ലിമെൻറ്റ്സ് എടുത്താലും യു നീഡ് ടു ഡു എ ആക്ച്വൽ evaluation. Yes, we need and it's to very important in this phase. True. It is very important because see, if supported right, അതായത് നമ്മൾ ഫിസിക്കൽ ഹെൽത്ത് വൈസ് എല്ലാം കറക്റ്റ് സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇതൊരു വുമണിൻ്റെ ഏറ്റവും പവർഫുൾ ഫേസ് ഓഫ് ഹെർ ലൈഫ്, ടു ബി ഓണസ്റ്റ്. I do think so. ഇല്ലേ? ബിക്കോസ് ഇപ്പോൾ എനിക്ക് ഹെൽത്ത് തിരിച്ചു കഴിഞ്ഞപ്പോൾ തിരിച്ച് ഹെൽത്ത് കിട്ടി കഴിഞ്ഞപ്പോൾ ഐ ഫീൽ പവർഫുൾ നൗ. ആൻഡ് ഐ റിയലൈസ് ഐ എം ഇൻ എ സ്റ്റേറ്റ് ഓഫ് മൈ ലൈഫ് വേർ ഞാൻ ഇത്രയും കാലം പണിയെടുത്തതിൻ്റെ ഒക്കെ ഒരു പ്ലാറ്റ്ഫോം ആയി കഴിഞ്ഞു. ഐ ഹവ് റീച്ച്ഡ് എ പ്ലേസ് ഇൻ മൈ ലൈഫ് വേർ ഐ എം കംഫർട്ടബിൾ വിത്ത് മൈ സെൽഫ്, വേർ ഞാൻ അടുത്ത ആളാവാൻ ശ്രമിക്കുകയല്ല, ഞാൻ ഇന്ന ആളാണ്, ഇങ്ങനെയാണ് ഞാൻ, ആൻഡ് ഐ എം കംഫർട്ടബിൾ വിത്ത് ദാറ്റ്. ഐ എം ഓൾസോ വെരി കംഫർട്ടബിൾ വിത്ത് മൈ ബോഡി നൗ ബിക്കോസ് എനിക്ക് തോന്നുന്നു എപ്പോഴും സിനിമയിൽ ഇപ്പോൾ 28 വർഷമായി. അപ്പോൾ ഈ 28 വർഷത്തിൽ എപ്പോഴും നമ്മൾ എന്തെങ്കിലും ഡയറ്റിലാണ്, അല്ലെങ്കിൽ ഏതോ ഒരു ഫിഗറിലേക്ക് ഫിറ്റ് ആവാൻ നോക്കുകയാണ്, അല്ലെങ്കിൽ എന്തോ എപ്പോഴും നമ്മുടെ മൈൻഡിൽ ഐ ഹാവ് ടു ബി ബെറ്റർ എന്നുള്ളൊരു സാധനമുണ്ട്.
Right now, that is not there. I feel like if I'm healthy, I'm fine. I'm happy. Because എനിക്ക് മനസ്സിലായത് health is the highest parameter of beauty. If you're really healthy, you're going to look beautiful and glowing. True. Because Very true. pure health and up, your skin will be good, your hair will be good, True. your mindset will be good, Very your energy will be good, you'll be pleasant. True. And I think that is beauty. Yes, absolutely. And നമ്മൾ പുറത്തുനിന്ന് ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യേണ്ട വരില്ല. വരില്ല. പിന്നെ ദർ ഇസ് അനദർ മിസ്കോൺസെപ്റ്റ് ലിറ്റിൽ ഔട്ട് ഓഫ് ദിസ് ടോപ്പിക് ബട്ട് എല്ലാവരും വിചാരിക്കും ഗ്ലൂട്ടത്താൻ എടുക്കുമ്പോൾ നമ്മൾ അങ്ങ് വെളുക്കും ബട്ട് ആക്ച്വലി ഗ്ലൂട്ടത്താൻ ഇസ് എ മാസ്റ്റർ ആൻറ്റി ഓക്സിഡൻറ്റ് ഇൻ യുവർ ബോഡി ലിവർ ഡീറ്റോക്സ് ചെയ്യും സ്പെഷ്യലി ഫോർ വിമൻ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഡീറ്റോക്സ് ലിവർ ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ ഹോർമോൺസ് ഇപ്പോൾ ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ ഏതോ ആയിക്കോട്ടെ ദേ ആർ ആക്ച്വലി മെറ്റബിലൈസ്ഡ് ഇൻ യുവർ ലിവർ ആൻഡ് ഇറ്റ് ഇസ് ചക്ഡ് ഔട്ട് അപ്പോൾ ലിവറിനകത്ത് കഞ്ചഷനോ എന്തെങ്കിലും ബാക്ക്ലോഗ് ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി സീൻ ഓൺ യുവർ സ്കിൻ, ഇറ്റ് വിൽ ബി സീൻ ഓൺ യുവർ ഹെയർ, ഇറ്റ് വിൽ ബി സീൻ ഓൺ യു. അപ്പോൾ ലിവർ ഡീറ്റോക്സ് അഗൈൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ വിമൻ. Now you said that internal beauty actually shows outside. അതിപ്പോൾ പക്ഷെ ഭയങ്കര ട്രെൻഡിങ് ഫാഷനായി മാറിയിട്ടില്ല. ഇപ്പൊ എന്ത് നോക്കിയാലും ഗ്ലൂട്ടാത്തയൺ ഇതിലുണ്ട്. പക്ഷെ ഗ്ലൂട്ടാത്തയൺ ആക്ച്വലി ചെയ്യുന്നത് ഇതാണ്, ലിവർ ക്ലെൻസ് ആണ് ചെയ്യുന്നത്. മനസ്സിലായി. ബട്ട് ഇസ് there a level to this, like it's now something that all beauty clinics and beauty parlors are doing it? Yes. Is it safe? Is that safe? No, I would say that it is always better to do any IV treatments under a doctor's guidance, because again glutathione dose നമ്മൾ ഡിസൈഡ് ചെയ്യണം. It's not just a one size fits all dose അല്ല. എനിക്ക് എപ്പോഴും ഈ ഒരു സംശയം തോന്നിയിട്ടുണ്ട്. ബിക്കോസ് ഇപ്പോൾ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് എവറി കോസ്മെറ്റോളജി അല്ലെങ്കിൽ ഫേഷ്യൽ ബ്യൂട്ടി അല്ലെങ്കിൽ ബ്യൂട്ടി തെറപ്പീസ് ആയിട്ട് ബന്ധപ്പെട്ട് ക്ലിനിക്സ് ആർ ഡൂയിങ് IV തെറപ്പീസ്. ഐ ഹാവ് ഓൾവേസ് ബീൻ സ്കെപ്റ്റിക്കൽ അബൌട്ട് ദാറ്റ്. ലൈക്ക് എന്ത് ധൈര്യത്തിലാണ് നമ്മൾ അങ്ങനെ വിതൗട്ട് എ ഡോക്ടേഴ്സ് സൂപ്പർവിഷൻ ഹൗ കൻ യു ബി ടേക്കിംഗ് എൻ IV? True, that's not safe, I would say. Always do it under a doctor's guidance, because a dose, the frequency, everything has to be decided by a doctor. And are there people who should not be taking glutathione? There are people. നമ്മൾ ലിവർ അസസ് ചെയ്യണം, മെറ്റബോളിസം അസസ് ചെയ്യണം. ഇതൊക്കെ ചെയ്തിട്ട് അലർജിക് റിയാക്ഷൻസ് വരും ഗ്ലൂട്ടഥയോണിന്. എല്ലാവർക്കും ടോളറേറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. സോ you have to be very careful when you do IV treatment. So you can't just go in and say, I want to look beautiful, give me glutathione. No, it's not going to work. It doesn't work like that. അത് എൻ്റെ എക്കാലത്തെയും ഒരു സംശയമായിരുന്നു. So I would rather say correct your metabolism, keep your hormones balanced. It will automatically show on your skin. Understood. Beauty shows, glows from within. Personally, I've seen it on you. You've seen the change in me. Yes. Like I have actually lost 10 kgs. I won't say of weight. എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ജസ്റ്റ് abstract thing to say. I'll say inflammation weight. Because I know that it is not actually, ആൾക്കാർ വിചാരിക്കുന്നത് തടി കുറഞ്ഞു എന്ന് നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ വി ആർ ലൂസിങ് ഫാറ്റ് എന്ന് വിചാരിക്കും. ഐ ഡോണ്ട് തിങ്ക് ഐ ലോസ്റ്റ് ഫാറ്റ് ആസ് മച്ച് ആസ് ഐ ലോസ്റ്റ് വാട്ടർ റിട്ടൻഷൻ. എൻ്റെ ബോഡിയിൽ എപ്പോഴും ഒരു ഹെവിനെസ് ഉണ്ടായിരുന്നു, ഒരുപാട് വാട്ടർ റിട്ടൻഷൻ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഇസ് ദാറ്റ് ആക്ച്വലി ട്രൂ? ഇഫ് എ പേഴ്സൺ ഹാസ് ഫെറിറ്റിൻ ഡെഫിഷ്യൻസി വുഡ് ദേ ഹാവ് ഇൻഫ്ലമേഷൻ? ഇപ്പോൾ ഫെറിറ്റിൻ കുറയുന്ന പോലെ തന്നെ ഇപ്പോൾ ഹീമോഗ്ലോബിൻ ലോ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അയൺ മാത്രമാണ്. ഇറ്റ്സ് നോട്ട് സോ. യുവർ പ്രോട്ടീൻ ഇസ് ഓൾസോ ലോ, ബിക്കോസ് ഹീമോഗ്ലോബിൻ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് അയൺ ആസ് വെൽ ആസ് പ്രോട്ടീൻ. അപ്പോൾ പ്രോട്ടീനും എന്തായാലും ഡെഫിഷ്യൻ്റ് ആയിരിക്കും. സോ വാട്ട് ഹാപ്പൻസ്, ബോഡി ഗോസ് ഇൻ ടു എ സ്ട്രെസ് പാറ്റേൺ. എനി ടൈപ്പ് ഓഫ് സ്ട്രെസ് ബോഡി സിന്തസൈസസ് സ്ട്രെസ് ഹോർമോൺസ്. സ്ട്രെസ് ഹോർമോൺ കൂടുമ്പോൾ വാട്ടർ റിട്ടൻഷൻ കൂടും, ബ്ലോട്ടിംഗ് കൂടും. എനി എക്സ്റ്റേണൽ ഫാക്ടർ ക്യാൻ ജസ്റ്റ് ട്രിഗർ എൻ റിയാക്ഷൻ ഇൻ യുവർ സിസ്റ്റം. സോ ഐ എം കമ്മിങ് ടു മൈ ക്വസ്റ്റ്യൻ അബൌട്ട് പെരിമെനോപോസ്. പെരിമെനോപോസിൽ ജനറലി വിമൻ സേ ദർ ഇസ് വെയിറ്റ് ഗെയിൻ. നന്നായിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്തു എന്ന് പറയും. ഇസ് മോസ്റ്റ് ഓഫ് ദാറ്റ് ബ്ലോട്ടിംഗ് ആൻഡ് ഇൻഫ്ലമേഷൻ, ഓർ ഇസ് ദർ ആക്ച്വലി ഇസ് പെരിമെനോപോസ് സം phase when you put on actual weight, as like is it naturally put on weight? Yes, see, perimenopause ovarian function decline ചെയ്യുന്നു ഞാൻ പറഞ്ഞു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രൊജസ്ട്രോൺ ഈസ്ട്രജൻ കുറയും. മെറ്റബോളിക് ഇഷ്യൂസ് ഉള്ളപ്പോൾ ദർ വിൽ ബി സം എമൗണ്ട് ഓഫ് ഒരു മിനിമൽ ബ്ലോട്ടിങ്ങും ഇൻഫ്ലമേഷൻ ഉണ്ടാവും. പക്ഷെ അറ്റ് ദ സെയിം ടൈം ദീസ് ഹോർമോണൽ ഷിഫ്റ്റ്സ് ഓൾസോ ക്യാൻ കോസ് വെയിറ്റ് ഗെയിൻ. പ്രൊജസ്ട്രോൺ കുറയും, ഈസ്ട്രജൻ കുറയും, അപ്പോൾ വെയിറ്റ് ഗെയിൻ വരും. മെറ്റബോളിസം നടക്കുന്നില്ല. നമ്മൾ കഴിക്കുന്ന ഫുഡ് അതുപോലെ ബേൺ ആവുന്നില്ല. ഹോർമോൺസ് കുറയുമ്പോൾ stress is another thing. Body stress, not the mental stress that I'm saying. Your cellular level stress. മിക്ക ആൾക്കാർക്കും മനസ്സിലാവാത്ത അടുത്തൊരു കാര്യം ഇതാണ്. എനിക്കും ആദ്യം മനസ്സിലായിരുന്നില്ല that stress,
ഞാൻ ആലോചിക്കും എനിക്ക് എന്ത് സ്ട്രെസ്സാണ് ഉള്ളത്, ഞാൻ വളരെ പീസ്ഫുൾ ആയിട്ട് ഇവിടെ ഇരിക്കുകയല്ലേ, ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്നു, ഞാൻ സോ ഫിസിക്കൽ സ്ട്രെസ് എന്ന് പറഞ്ഞ സാധനം ബോഡിക്കുണ്ട്. ബിക്കോസ് ഈ ഹോർമോൺസിൻ്റെ ലെവൽ കുറഞ്ഞു, അവർക്ക് റോ മെറ്റീരിയൽസ് കിട്ടുന്നില്ല ടു മേക്ക് ദ ഹോർമോൺ, സോ ദ ബോഡി ഈസ് ഗോയിങ് ത്രൂ എ ഫിസിക്കൽ സ്ട്രെസ്. അതെ, ഒരു ഫിസിക്കൽ പ്രോസസ്സാണ് അത്. അപ്പോൾ ആ ഒരു സ്ട്രെസ് വരുമ്പോൾ ഡെഫിനറ്റ്ലി ദർ വിൽ ബി വെയിറ്റ് ഗെയിൻ. ഇപ്പോൾ പ്രൊജസ്ട്രോൺ ഈസ്ട്രജൻ്റെ ഇംബാലൻസ് വരുമ്പോൾ വെയിറ്റ് ഗെയിൻ വരും. ഇറ്റ്സ് എ സിഗ്നൽ. വെയിറ്റ് ഗെയിൻ അഗൈൻ ഇസ് നോട്ട് ഒരു ഡിസീസോ ഇതോ അല്ല. ഇറ്റ്സ് എ സിഗ്നൽ ദാറ്റ് ഓക്കെ ദിസ് ഹോർമോൺ ഇസ് കമ്മിങ് ഓഫ്. അപ്പോൾ നമ്മൾ മെറ്റബോളിസം അസസ് ചെയ്യുന്നതിൻ്റെ കൂട്ട് വി ഹാവ് ടു ലുക്ക് അറ്റ് ദ ഹോർമോണൽ അസേസ് ഓൾസോ. ബിക്കോസ് ബിഫോർ ആഫ്റ്റർ ഫോട്ടോ നമ്മൾ ഇപ്പോൾ കാണിച്ചാൽ, ഞാൻ യു എസിന് തിരിച്ചെത്തിയത് ജൂലൈയിലാണ് 2025, ആൻഡ് ഐ വാസ് റിയലി ഇൻ ബാഡ് ഷേപ്പ്. I was not looking healthy. Now I'm actually looking the way I used to look before. എൻ്റെ പണ്ടത്തെ രൂപത്തിലേക്ക് ഞാൻ തിരിച്ചെത്തി. പക്ഷേ ഡോക്ടർക്ക് അറിയാം, ഡോക്ടർ എന്നെ കണ്ടിട്ടുണ്ട് ഈ ട്രാൻസിഷൻ. സോ അത് ആക്ച്വലി ക്ലോസ് ടു 10 kgs ഓർ മോർ ആണ് കുറഞ്ഞത്. 10 kgs ഡിഫറൻസ് ആണ് ഫ്രം ആഫ്റ്റർ ട്രീറ്റ്മെന്റ്. And that is just because of your inflammation. Yeah. ആൻഡ് ഓൾ മൈ സിംറ്റംസ് ആർ ഗോൺ. ലൈക്ക് എനിക്കിപ്പോൾ നല്ല സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട്. എൻ്റെ മെറ്റബോളിസം ഇസ് ഹൈ. ലൈക്ക് എനിക്ക് കറക്റ്റ് സമയത്ത് വിശപ്പുണ്ട്. ഐ എം ഏബിൾ ടു ഈറ്റ് ഹെൽത്തി മീൽസ് ആൻഡ് ഐ കൻ വർക്ക് ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഐ സ്റ്റാർട്ടഡ് വർക്കിംഗ് ഔട്ട് നൗ. ഇപ്പോൾ എനിക്ക് ഐ എം ഫീലിംഗ് ഇനഫ് സ്ട്രെങ്ത്. എനർജി ലെവൽ വാസ് സോ ലോ ബിക്കോസ് ഓഫ് ഫെറിറ്റിൻ ബീങ് ലോ. പക്ഷെ എനിക്കറിയില്ലായിരുന്നു എന്തുകൊണ്ട് ഇങ്ങനെ ഉറങ്ങിയാലും ക്ഷീണം, എപ്പോഴും. അപ്പോൾ it's been life changing. So I strongly recommend in my book, like മുമ്പ് ബുക്ക് എഴുതി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ. യു എസിന് വന്നപ്പോൾ തന്നെ ബുക്ക് വാസ് റിട്ടൺ. ഞാൻ അതിൽ പുതിയ ചാപ്റ്റേഴ്സ് ആഡ് ചെയ്തു അബൌട്ട് ഫങ്ഷണൽ മെഡിസിൻ, അപ് ടു ഡേറ്റ് ആക്കി ബുക്കിൽ. ബിക്കോസ് ഐ റിയലൈസ് ദാറ്റ് ദിസ് ഈസ് ദ സൊല്യൂഷൻ. ദിസ് ഈസ് റിയലി ദി സൊല്യൂഷൻ. ബാക്കിയെല്ലാം ഇൻഫർമേഷനാണ്. പിന്നെ സ്ത്രീകൾക്ക് അവരുടെ സെൽഫ് അസസ്മെന്റിനും കാര്യങ്ങൾ മനസ്സിലാക്കാനും അവരുടെ റിലേഷൻഷിപ്സ് ബെറ്റർ ആക്കാനും ഒക്കെ കാര്യങ്ങൾ ചെയ്യാം. റിലേറ്റബിൾ ആണ്. പക്ഷെ ദ റിയൽ സൊല്യൂഷൻ ക്യാൻ ഓൺലി കം ഫ്രം മെഡിസിൻ, റിയൽ മെഡിസിൻ. ആൻഡ് നമുക്ക് ചിന്തിച്ച് മാറ്റാൻ പറ്റുന്ന ഒരു പ്രശ്നമല്ല, നമുക്ക് മെഡിറ്റേറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുന്നതല്ല. നമുക്ക് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഓഫ് കോഴ്സ് നമുക്ക് വരുത്താം. പക്ഷേ ഈവൻ ദാറ്റ് വെൻ യു ഹാവ് എ ഡോക്ടർ ഗൈഡിങ് യു, ഇറ്റ്സ് സോ മച്ച് ഈസിയർ. So yeah, I have finally added the chapter in my book called The Underlying Truth എന്ന് പറഞ്ഞിട്ട്. It's my chapter on what functional medicine did for me. Because autobiographical nature ആയതുകൊണ്ട് ഞാൻ ബുക്ക് അപ് ടു ഡേറ്റ് ആക്കിയിട്ടാണ് ഇപ്പോൾ പബ്ലിഷിങ്ങിന് ഇറങ്ങുന്നത്. On Women's Day this year 2026 we are planning to open pre-order of the book. All the best. And by June it should be on stands. Very good. ഇനി എനിക്ക് ലെനയോട് ചോദിക്കാനുള്ളത്, for women going through menopause and perimenopause, എന്ത് മെസ്സേജാണ് ദാറ്റ് യു വുഡ് ലൈക്ക് ടു കൺവേ ടു ദം, ഒരു ജനറൽ പബ്ലിക് ഓർ വുമൺ? കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ലൈക്ക് ഒന്ന്, ദാറ്റ് ദിസ് ഇസ് എ നാച്ചുറൽ ഫേസ്. എവ്രി വുമൺ ഹൂ ലിവ്സ് ലോങ് ഇനഫ് ഇസ് ഗോയിങ് ടു ഗോ ത്രൂ ഇറ്റ്. അതായത് നിങ്ങൾ 35 വയസ്സിന് മുകളിൽ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ഹോർമോണൽ ഷിഫ്റ്റ്സിലൂടെ പോവും. ദർ ഇസ് നോ വൺ ഹൂ ക്യാൻ സേ എനിക്കതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ബിക്കോസ് ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്ന ഒരാളാണ്. ഐ തോട്ട് ഞാൻ ഹെൽത്തി ആയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്, ഞാൻ വളരെ നല്ല ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നു, എനിക്ക് വരില്ല ഇതൊന്നും. ഇത് എല്ലാവരും ഇതിലൂടെ പോയേ പറ്റൂ. ഇറ്റ്സ് ലൈക്ക് ടീനേജ് എന്ന് പറയുന്ന കാലഘട്ടം പോലെ തന്നെ സ്ത്രീകൾക്കുള്ളൊരു ഫേസാണ്. സോ ഡോണ്ട് തിങ്ക് ദറ്റ് യു ആർ ഗോയിങ് ടു സ്കിപ്പ് ദിസ് ഫേസ്. സെക്കൻഡ്, പ്ലീസ് ഡു നോട്ട് ട്രൈ ടു സെൽഫ് മെഡിക്കേറ്റ് ദിസ് ഫേസ്. വൺസ് യു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്, സേ ഇനിയിപ്പോൾ എനിക്ക് മനസ്സിലായി ലെന ഇതൊക്കെ എടുക്കുന്നുണ്ട്, അപ്പോൾ ഞാനിതൊക്കെ തന്നെ എടുക്കാം. എൻ്റെ മറ്റേ ഫ്രണ്ട് ഇപ്പോൾ ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ യു ക്യാൻ നെവർ ഡു ദാറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് സോ ഇൻഡിവിജ്വൽ. അപ്പോൾ മൈ വൺ പീസ് ഓഫ് അഡ്വൈസ് ഇസ്, വൺ, പ്ലീസ് ബിക്കം അവെയർ അബൌട്ട് ദ ടോപ്പിക്. കൂടുതൽ ഇതിനെക്കുറിച്ച് പഠിക്കുക, വായിക്കുക, ഇതൊക്കെ ചെയ്യുക. ഫോർ ഓൾ അതർ ആസ്പെക്ട്സ്, ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് എന്തൊക്കെ വേണം, എന്തൊക്കെയാണ് ശരിക്കും സംഭവിക്കുന്നത്, ഇതിനൊക്കെ എങ്ങനെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആവണം, നമ്മുടെ റിലേഷൻഷിപ്സിൽ നമ്മുടെ പാർട്ട്ണറായിട്ട് എല്ലാത്തിനും ഹൗ ആർ കമ്മ്യൂണിക്കേഷൻ ഷുഡ് ഗെറ്റ് ബെറ്റർ. നമ്മളെങ്ങനെ കുറച്ചുകൂടെ ക്ലിയറർ ആവണം. പക്ഷെ അതിന് ആദ്യം നമ്മളറിയണം നമുക്ക് എന്താ സംഭവിക്കുന്നത്. സോ ഇതിനൊക്കെ ഉപരി ഐ വിൽ സേ, പ്ലീസ് ഫൈൻഡ് എ ഗുഡ് ഫങ്ഷണൽ മെഡിസിൻ പ്രാക്ടീഷണർ നിയർ യു. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ഇരുന്നിട്ടാണ് ഇത് കാണുന്നെങ്കിലും, please find a good functional medicine clinic near you and a practitioner who can guide you through this process, because I truly believe that functional medicine has the solutions for
ഇതൊരു ഡിസീസ് അല്ല, ഇതൊരു ഡിസോർഡർ അല്ല. പക്ഷേ ഇതിൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ട്, ഇംബാലൻസസ് ഉള്ള ഒരു ഫേസ് ഓഫ് ലൈഫാണ്. നമുക്ക് മസ്റ്റായിട്ട് മെഡിക്കൽ ഹെൽപ്പ് വേണം ഇതിൽ. ഇറ്റ്സ് നോട്ട് ഈവൻ ട്രീറ്റ്മെൻറ്റ് എന്ന് തന്നെ വിളിക്കാൻ പറ്റില്ല, ബിക്കോസ് ഇതൊരു അസുഖമല്ല. പക്ഷേ മെഡിക്കൽ സപ്പോർട്ട് വേണം ഈ ഫേസിലൂടെ പോകാൻ. ദിസ് ഈസ് മൈ ജെന്യുവൻ advice to all my dear sisters in the world, because I think the answer is really here in functional medicine.